പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ 1 ദിനവൃത്താന്തം 16:11 കർത്താവിനെ അന്വേഷിക്കുവാൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കും. കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടുത്തെ കരുത്തിൽ ആശ്രയിക്കുന്നതാണ് പ്രാർത്ഥന. സാത്താനെ മറികടക്കണമെങ്കിൽ ഒരു ആത്മാവിന് പ്രാർത്ഥന കൂടിയേ തീരൂ. മറ്റുള്ളവരുടെ ശക്തിയിലല്ല, കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ആത്മാവിന് കരുത്ത് കിട്ടും. മാർക്കോസ് 9 പിശാച് ബാധിച്ചൊരു ബാലനെ ശിഷ്യന്മാർക്ക് പുറത്താക്കാൻ കഴിയാതെ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല. നിൻ്റെ ശരീരം, നിൻ്റെ ആത്മാവ്, നിൻ്റെ മനസ്സ്, നിൻ്റെ കുടുംബം സംരക്ഷിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നീ കോട്ട കെട്ടണം. പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയുടെ മുന്നിൽ ഇരിക്കാറുണ്ടോ? അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കാറുണ്ടോ? അവിടുത്തെ മുഖം തേടാറുണ്ടോ? അവിടുത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടാറുണ്ടോ? പ്രാർത്ഥിച്ച് നീ കരുത്തനാവ്. മെസ്സേജ് ബോക്സിൽ ഈശോയെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ.